അമ്മ കണ്ടിട്ട് ഇതിനെല്ലാവരെയും അറിയാം. ഞാൻ അറിയുന്നതല്ല. കൊടുക്കാമെന്ന് പറഞ്ഞാൽ മണ്ണടി ഭാഗമാണ് ഞാൻ കൊടുത്തത്. എന്ന് പറഞ്ഞാൽ തരാമെന്ന് പറഞ്ഞാൽ തരാം. ഇനി എന്നോടാ ചോദിക്കാൻ തന്നിരിക്കും. ഓക്കെ. പത്തനംതിട്ട അടൂർ ഏനാത്ത് ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരിക്കുന്ന CPM-ന്റെ വൈഷ്ണവിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. വൈഷ്ണവി മാത്രമല്ല, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളൊപ്പം ചേരുന്നുണ്ട്. ആദ്യം വൈഷ്ണവി വയ്ക്കാം. വൈഷ്ണവി, ഇപ്പം തൊഴിലുറപ്പ് തൊഴിലാളികളാണ്, അവരാണ് കൂടെ നിൽക്കുന്നത്. വലിയ പിന്തുണയാണല്ലോ അവർ നൽകുന്നത്. അതെ അതെ, ഉറപ്പായിട്ടും അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തും ആവേശവും ഒക്കെ തന്നെ. യുവത്വത്തിനും ഇപ്പം ചേച്ചി ബ്ലോക്ക് പഞ്ചായത്ത് അല്ലേ, ഇവിടുത്തെ നിലവിലെ മെമ്പർ കൂടിയാണ് മത്സരിക്കുന്നത്. അതിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള മെമ്പറാ. അപ്പം പുതിയ മെമ്പറല്ല, ഞങ്ങളുടെ പഴയ മെമ്പറാ. ഞങ്ങളുടെ പഴയ മെമ്പറാ. പഴയ മെമ്പർ സൂപ്പറാണോ? ആ സൂപ്പർ സൂപ്പർ. ഇത്തവണ മത്സരിക്കുന്നുണ്ട്. സൂപ്പർ. ഈ തവണ ജയിക്കും. ഉറപ്പാ. അപ്പം വലിയ പിന്തുണയാണ്. അപ്പം ഈ യുവത്വത്തിനും പരിചയസമ്പന്നതയ്ക്കും ഒപ്പം പ്രാധാന്യം കൊടുത്തൊരു സ്ഥാനാർത്ഥി പട്ടികയാണ് CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും. അതെ അതെ, ഉറപ്പായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിലേക്ക് യുവത്വത്തിനും അതുപോലെ തന്നെ പരിചയസമ്പത്തുമുള്ള സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് രംഗത്തിറക്കിയേക്കാണ്. ഇത് ഈ നാടിന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വികസനത്തിന് ഒരു തുടർച്ച എന്നുള്ള നിലയിലേക്കാണ് ഈ തീരുമാനം എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രചരണമാക്കുന്നത്? ജില്ലാ പഞ്ചായത്തിന് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കിയ വികസനം അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെയുമാണോ? അതെ അതെ, ഉറപ്പായിട്ടും നമ്മൾ പ്രചരണത്തിൻ്റെ ഭാഗമായി ജനങ്ങളെ കാണുമ്പോൾ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ തന്നെ ജനങ്ങളിൽ നിന്ന് ഇടതുപക്ഷ സർക്കാർ ഈ കഴിഞ്ഞ 10 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ എങ്ങനെയാണോ ചേർത്ത് പിടിച്ചത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പിന്തുണയാണ് നമുക്ക് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം നമുക്ക് എങ്ങനെയാണോ ജനങ്ങളുടെ ജനകീയാസൂത്രണം വഴി എങ്ങനെയാണോ ജനങ്ങൾക്കിടയിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചത്, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിച്ചത്, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. പിന്നെ ഏനാത്ത് ഡിവിഷനെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ വികസനം വന്നിട്ടില്ല. ആ വികസനം ഞങ്ങൾ ഉറപ്പായിട്ടും ചർച്ച ചെയ്യും. അപ്പം ഏനാത്ത് ഡിവിഷനെ സംബന്ധിച്ച് ഇനിയും നേട്ടങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്, ഇവിടെ വികസനങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ അത് മുൻനിർത്തിയാണ് ഞങ്ങൾ ഏനാത്ത് ഡിവിഷനിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഏനാത്തിനെ കുറിച്ച് ഇവിടെ ഈ നാടിനൊരു ചരിത്രമാണ്. നമ്മൾക്ക് മണ്ണടിയാണ് അല്ലേ, വേലിത്തമ്പിതകളോടൊക്കെ ചരിത്രമുണ്ട്. അതെ 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 അതെ, ഇപ്പം അത്തരത്തിലേക്ക് ചരിത്രം ഉറങ്ങുന്ന ഒരു നാടാണ് ഞങ്ങളുടെ മണ്ണടി. അപ്പം മണ്ണടിയിൽ നിന്ന് ഇത്തരത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിത്തിലേക്ക് വരുമ്പോൾ ഏറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പാർട്ടി ഇത്തരത്തിലേക്ക് ഒരു തീരുമാനം SFIയിലൂടെ കടന്നു വന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് എന്നെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് ഈ നാട് നൽകുന്ന പിന്തുണയാണ് എനിക്ക് മുന്നോട്ട് കാണിക്കാനുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അമ്മമാരുൾപ്പെടെ സഹോദരികൾ ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പം ഞങ്ങൾക്ക് വലിയ ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾക്ക് ജയിപ്പിക്കണമെങ്കിൽ എങ്ങനെയും ഞങ്ങൾക്ക് നേടിക്കൊണ്ടുവരണം. ഞങ്ങൾക്കത് ആവശ്യമാണ്. ഞങ്ങൾ നേടിക്കും. പെൻഷനൊക്കെ സർക്കാർ ഉണ്ട് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ഒരു മുടക്കമില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കഴിയുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ചേച്ചിയുടെ ഡിവിഷന്റെ പേരെന്താണ്? വേലിത്തമ്പിതളവ ഡിവിഷനാണ്. ഒരു ചരിത്ര സ്ഥലം കൂടി. അതെ അതെ, വേലിത്തമ്പിതളവയുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഡിവിഷനാണ്, ആ പേരിൽ നിൽക്കുന്ന ഒരു ഡിവിഷനാണ്. ആ ഡിവിഷനിൽ മത്സരിക്കാൻ സാധിച്ചത് തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ഈ ഡിവിഷനിൽപ്പെട്ട ആൾ തന്നെയാണ്. അതുപോലെ നമ്മുടെ ഈ ജനകീയാസൂത്രണ പദ്ധതിയും നമ്മുടെ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് സ്ത്രീകൾക്കാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആനുകൂല്യങ്ങളാണ്. ഇപ്പം തന്നെ വീട്ടമ്മമാർക്ക് 35-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള വീട്ടമ്മമാരായ ആളുകൾക്ക് മറ്റ് പെൻഷനൊന്നും കിട്ടാത്തവർക്ക് പെൻഷൻ കൊടുക്കാനുള്ള ഒരു പദ്ധതി കൂടി ഒരു സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. അതുപോലെ തൊഴിലുറപ്പിൻ്റെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വേതനമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ തൊഴിലുറപ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടമ്മമാർക്ക് വരുമാനം ഒന്നുമില്ലാതിരുന്ന നമ്മുടെ വീട്ടമ്മമാർക്ക് കിട്ടിയ ഒരു വരുമാനമാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സ്ത്രീകൾ, സമൂഹത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് മാന്യത നേടിക്കൊടുത്ത
അല്ലെങ്കിൽ ഒരു സ്ഥാനം നേടിക്കൊടുത്ത ഒന്നാണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതി നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആ പദ്ധതി പങ്കെടുക്കുന്ന തൊഴിലുറപ്പിൽ പോകുന്ന സ്ത്രീകൾക്കെല്ലാം ഞങ്ങളുടെ ഒരു വിശ്വാസത്തിൽ അവർക്കെല്ലാം ഞങ്ങളോട് അനുഭാവമുള്ളവരാണ്. അവരെല്ലാം വോട്ട് ചെയ്ത് ഞങ്ങളെ ജയിപ്പിക്കും, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കൂടുതൽ ആളുകൾക്ക് പ്രതികരണത്തിൽ പോകാം. എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥിയൊക്കെ? നല്ല നല്ല ആൾക്കാരാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന അറിയാവുന്ന ആൾക്കാരാണ്. അറിയാവുന്നത് പ്രതീക്ഷയുണ്ട്. കൊള്ളാം, വോട്ടും കൊള്ളാം, ജയിക്കും. ഇവിടുത്തെ മുൻ മെമ്പർ കൂടിയായിരിക്കുന്ന ചേട്ടനുണ്ട്, ഇപ്പോൾ ഈ പ്രശ്നത്തെ സ്ഥാനാർത്ഥി കൂടിയാണ്. എല്ലാവരും വലിയ പ്രതീക്ഷയാണ് മെമ്പറിലൊക്കെ. തീർച്ചയായിട്ടും ആ പ്രതീക്ഷയാണ് നമ്മുടെ ആത്മവിശ്വാസവും മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യവും തരുന്നത്. സ്വാഭാവികമായിട്ടും കടമ്പനാട് ഗ്രാമപഞ്ചായത്തും അതുപോലെ കേരള സംസ്ഥാന സർക്കാരും 10ാമത്തെ വർഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ 10 വർഷവും വളരെ ചരിത്രപരമായ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സംസ്ഥാന ഗവൺമെൻറ്റാണ് നമ്മുടേത്. അഴിമതിയുടെ കറപുരളാത്ത ഒട്ടേറെ വിപ്ലവകരമായ നേട്ടങ്ങൾ ഈ നാടിന് സമ്മാനിച്ച, ഈ ജനതയെ ഒന്നായി കണ്ട, ദുരന്തത്തിലും ദുരിതത്തിലും ഒക്കെ അവരെ ചേർത്ത് പിടിച്ച എല്ലാ സഹായങ്ങളും അവർക്ക് നൽകിയ ഒരു സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇന്നിവിടെ ഭരിക്കുന്നത്. 10 വർഷമായി, 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. അതുപോലെ തന്നെ കടമ്പനാട് ഗ്രാമപഞ്ചായത്തും വളരെ നല്ല രീതിയിൽ ഞങ്ങൾ 2015-20 വർഷക്കാലം ഈ തൊഴിലുറപ്പ് മേഖലയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഏതാണ്ട് 3 കോടി രൂപ മാത്രം 5 വർഷക്കാലം കൊണ്ട് ചെലവഴിച്ച ഒരു പഞ്ചായത്തായിരുന്നു. 2010-15 കാലം ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെലവഴിച്ച ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. 7.5 കോടി രൂപയാണ് 15-20 5 വർഷത്തെ പദ്ധതിയിലൂടെ തൊഴിലുറപ്പ് മേഖലയിൽ മാത്രം ചെലവഴിച്ചത്. ഇപ്പോഴും അതേ രീതിയിൽ തുടർന്നു വരികയാണ്. ആ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ച് പുതിയ ഭരണസമിതിക്ക് അധികാരം കൈമാറുമ്പോൾ 12-5 എന്ന രീതിയിലേക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി പ്രതിപക്ഷത്തെ നാമമാത്രമായ പ്രതിപക്ഷം മാത്രം മുന്നിൽ വരുന്ന രീതിയിലേക്കുള്ള അതിവിപ്ലവകരമായ കടമ്പനാട് പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നേട്ടം കൈവരിച്ച ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളാണ് ഈ 2 ടേമിലായിട്ട് 2015 മുതൽ 2025 വരെ കൈവരിച്ചിട്ടുള്ളത്. തീർച്ചയായും ജനങ്ങളുടെ പൂർണ്ണമായ വിശ്വാസമുണ്ട്. ജനങ്ങളുടെ അംഗീകാരം നേടും. വൻ ഭൂരിപക്ഷത്തോടുകൂടി കടമ്പനാട് പഞ്ചായത്തിൽ ഭരണസമിതി തുടരും, അധികാരത്തിൽ വരും. വലിയ പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്ക് ഈ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, ഗ്രാമപഞ്ചായത്തിലെല്ലാം ഉള്ളത്. ക്യാമറമാൻ അഖിലേഷ് കുടോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട. പോകരുതേ.